ഉപയോഗിക്കുന്നു. അപ്പൊ പറഞ്ഞു ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അലമാരിക്കകത്ത് പോയി ക്ലേ എടുത്തുകൊണ്ട് വന്നു. നല്ല പച്ച, ചുവപ്പ്, മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ക്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചു പ്ലാസ്റ്റിക്കിന് ജീവനുണ്ടോ? ഇല്ല. നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ജീവനുള്ള മണ്ണിൽ, ജീവനുള്ള ക്ലേയിൽ ജീവനുള്ള വിരലുകൾ ചലിക്കണം. അത് രൂപങ്ങൾ സൃഷ്ടി നടത്തണം. മനുഷ്യൻ കാട്ടിലായിരുന്നു. കാട്ടിൽ നിന്നും ഇറങ്ങി നദീതടങ്ങളിൽ വന്ന് സ്ഥിരതാമസം തുടങ്ങി. അവിടെ കൃഷി ആരംഭിച്ചു. കൃഷി ആരംഭിച്ചപ്പോഴാണ് അവന് വേണ്ട ചെടികളെ തെരഞ്ഞെടുക്കണം. അനുയോജ്യമായ ചെടികളെ തെരഞ്ഞെടുത്ത് അനുയോജ്യമായ മണ്ണിൽ കണ്ടെത്തി അതിനെ വേണ്ടത്ര വളങ്ങൾ കൊടുത്ത് അതിനെ വളർത്തിയെടുത്ത് വിളവ് കൊയ്യണം എന്ന് പഠിക്കണമെങ്കിൽ ബുദ്ധി വേണം. തലച്ചോറ് ഉപയോഗിക്കണം. കാട്ടിൽ അലഞ്ഞുതിരികയായിരുന്നു. കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും കായ്കനികൾ പറിച്ചു തിന്നും മൃഗങ്ങളെ വേട്ടയാടിയും അലഞ്ഞുതിരിഞ്ഞ മനുഷ്യനാണ്. കാട്ടിൽ നിന്നും ഇറങ്ങി നദീതടങ്ങളിൽ വന്ന് സ്ഥിരതാമസം തുടങ്ങിയപ്പോൾ കൃഷി ആരംഭിക്കേണ്ടി വന്നു. കൃഷി ആരംഭിച്ചപ്പോൾ അവന് സസ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്ത് അനുയോജ്യമായത് തെരഞ്ഞെടുക്കണം. അനുയോജ്യമായ മണ്ണ് കണ്ടെത്തണം. വേണ്ടത് കൊടുക്കണം. വേണ്ട മൃഗങ്ങളെ ഇണക്കി വളർത്തണം. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യണം. ഏത് മൃഗം ഇണങ്ങണമെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം. പൂച്ചയെ എടുത്ത് വളർത്തി, പുലിയെ എടുത്ത് വളർത്തിയില്ല. മനസ്സിലായില്ലേ? പൂച്ചയെ എടുത്ത് ഇണക്കി വളർത്തി നമ്മുടെ വേണ്ട പോലെ ചെയ്തു. പട്ടിയെ എടുത്ത് വളർത്തി, ആ പശുവിനെ എടുത്ത് വളർത്തി നമ്മുടേതാക്കി, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മുടേതാക്കി നോക്കിയപ്പോഴത്തേക്ക് ബുദ്ധി ഉപയോഗിക്കണം. അവിടെയാണ് കൃഷി ആരംഭിച്ചപ്പോഴാണ് ബുദ്ധി വികസിക്കാൻ തുടങ്ങുന്നത്. ഈ അന്വേഷണം. കൂടുതൽ വിളവുണ്ടായി. ആ വിളവ് സൂക്ഷിച്ചു വെക്കാൻ ഒരു പാത്രം വേണം. അന്ന് പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മണ്ണെടുത്ത് ചവിട്ടിക്കുഴച്ച് പദം വരുത്തി കൈവിരൽ തുമ്പുകൊണ്ട് കലം മെനഞ്ഞെടുത്തു. കലവും കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഇന്നേ വരെ കലം കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ കലത്തിന്റെ ആകൃതി, തലയിൽ തെളിഞ്ഞ ആകൃതിയെ കൈവിരൽ തുമ്പിൽ മെനഞ്ഞു. അപ്പോഴാണ് ബുദ്ധി കുടിക്കാൻ തുടങ്ങുക. സൃഷ്ടി നടത്തുക. അമ്മ അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്നതുകൊണ്ട് അനുകരിച്ച് കുട്ടി സൃഷ്ടി നടത്തി. അവിടെയാണ് ബുദ്ധി വികസിക്കുക. ബുദ്ധിവികാസത്തിന് മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ അല്ലാതെ മനുഷ്യകുലത്തിന് ഇനി സാധ്യമല്ല. വേറെ വഴിയില്ല ഇത് മുന്നോട്ട് പോകാനായിട്ട്. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീന്റെ പോലും തലച്ചോറ് ബിലോ 10% മാത്രമേ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ തലച്ചോറ് കൂടുതൽ പ്രവർത്തനക്ഷമമാകാൻ എന്ത് ഇൻപുട്ടാണ് നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ടത്, എന്ത് റോ മെറ്റീരിയലാണ് അകത്തോട്ട് കൊടുക്കേണ്ടത് എന്ന് പഠിക്കുക. അത് അകത്തേക്ക് വിടുകയും വേണ്ട വിദ്യാഭ്യാസ പദ്ധതി രൂപപ്പെടുത്തുകയും വേണം. ബുദ്ധി വികസിക്കണം. ബുദ്ധി വികസിച്ചില്ലെങ്കിൽ അവൻ ജനറ്റിക് എഞ്ചിനീയറുകളുടെ വിത്ത് ഇവിടെ ഉണ്ടാക്കും, നടപ്പിലാക്കും, സകലതും തകരും. നേരത്തെ പറഞ്ഞു ക്യാൻസർ രോഗമല്ല, ഒരു ഡീജനറേഷനാണ്. ആ ഡീജനറേഷൻ കുതിച്ചു പോകാൻ GMCയുടെ ഉപകരിക്കും. ഡീജനറേഷൻ പൂർണ്ണമാക്കി തരും അതുകൂടി ചെന്നു കഴിഞ്ഞാൽ. ഇതുവരെ തുടങ്ങി വന്നത് മുഴുവൻ സ്പീഡപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമായിരിക്കും അത്. ഒരിക്കൽ അവന്റെ ബ്രെയിനിന്റെ 50% ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ അവന്റെ വിത്തിന്റെ ജീനിൽ കയറാനുള്ള എന്തെങ്കിലും ഒരു അവകാശമുള്ളൂ. എന്തെങ്കിലും ഒരു അവകാശം. ഇപ്പൊ വെറും 5% വെച്ചിട്ടാണ് വിത്തിൽ കയറി തൊടാൻ പോണത്. അപകടത്തിൽ പെടും. അപകടത്തിൽ ബുദ്ധിശൂന്യത കൊണ്ടുപോയി ചാടിക്കുന്നത് അപകടത്തിലായി പോയിരിക്കും. ഇപ്പോൾ നമ്മളിനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ബുദ്ധി വികസിക്കാൻ വേണ്ട നടപടികൾ എന്താണ്? ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു. ഇത് മൂന്നും കിട്ടിയാലേ കുട്ടികളുടെ ബുദ്ധി വികസിക്കൂ. അല്ലെങ്കിൽ ബുദ്ധി കെട്ടുപോകും. അന്നം എന്താണെന്ന് അറിയണം. അന്നം ബ്രഹ്മമാകുന്നു എന്ന് പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നം എന്ന് പറഞ്ഞാൽ ചോറ്, അത് ഈശ്വരനാകുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നമയ കോശം ആണ് മനോമയ കോശം. മനസ്സ് രൂപാന്തരപ്പെടുന്നത് അന്നത്തിൽ നിന്നുമാണ്. കഴിക്കുന്ന അന്നത്തിൽ നിന്ന്. അന്നം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല. കഴിക്കുന്ന ചോറ് അന്നമാണ്, കുടിക്കുന്ന വെള്ളം അന്നമാണ്, ശ്വസിക്കുന്ന വായു അന്നമാണ്, കൊള്ളുന്ന ചൂട് അഗ്നി അന്നമാണ്, കേൾക്കുന്ന ശബ്ദം അന്നമാണ്.
ഇത് 5 അന്നമാണ്. ഈ 5ന്റെയും ക്വാളിറ്റിയാണ് ബീജത്തിന്റെ ക്വാളിറ്റി. ഈ 5ന്റെയും ക്വാളിറ്റിയാണ് അണ്ടത്തിന്റെ ക്വാളിറ്റി. അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റിയാണ് കുഞ്ഞിന്റെ ക്വാളിറ്റി എന്നിരിക്കെ ഒരു കുഞ്ഞ് അനന്തര തലമുറ നല്ലതാകണമെന്നുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം? നമ്മൾ അന്നം കറക്റ്റ് ചെയ്യണം. വേണ്ട ന്യൂട്രീഷൻസ് മുഴുവൻ ഉണ്ടാകുന്ന അന്നം, കഴിക്കുന്ന അന്നം കറക്റ്റ് ചെയ്താൽ പോരാ, അതുണ്ടാക്കുന്ന രീതിയും അതിപ്രധാനമാണ്. മറ്റേത് മേഖലകളെക്കാളും അതിപ്രധാനമാണത്. അറിഞ്ഞും കൊണ്ട് കൃഷി ചെയ്യണം, അനുഭവം കൊണ്ട് അറിയുക, അറിഞ്ഞും കൊണ്ട് അനുഭവിക്കുക എന്നുള്ളതാണ് കൃഷിയിലെ രീതി. കൊണ്ട് പഠിക്കണം, ചെയ്ത് 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 തന്നെ പഠിക്കണം. ആരെങ്കിലും പുസ്തകത്തെ മാത്രം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലത്. അറിയുക, ആചരിക്കുക, പ്രചരിപ്പിക്കുക, ഇതാണ് നമ്മളുടെ സ്റ്റേജസ്. അറിയുക, ആ അറിയുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ആചരിക്കുക, ചെയ്യണം. ആചരിച്ച് ശരിയാണെന്ന് വന്നാൽ പ്രചരിപ്പിക്കണം. ആചരിക്കാതെ ഒരു സാധനവും പ്രചരിപ്പിക്കരുത്. അറിഞ്ഞ കാര്യങ്ങൾ ആചരിക്കാതെ ആരുടെയെങ്കിലും വാക്കുകൾ കൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു സാധനത്തെ പ്രചരിപ്പിക്കരുത്. ആചരിക്കണം. ആചരിച്ച് അനുഭവ ബോധ്യം വരണം. അനുഭവജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അത് നേടിയെടുത്ത ശേഷം പ്രചരിപ്പിക്കുക. ഇതെല്ലാം ബുദ്ധിവികാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ വിഷത്തിൽ കുളിപ്പിച്ചതായിരിക്കുന്നു. അരിയും ഗോതമ്പും പണ്ടുകാലത്ത് അരി മേടിച്ചു വെച്ചാൽ കുറെ നാൾ കഴിഞ്ഞാൽ പൂത്തുപോകുമായിരുന്നു. ഇന്നത്തെ അരി പൂത്തുപോയില്ല, അവിടെ ഇരിക്കും. ഇച്ചിരി ചോറ്, 2 ഉരുള ചോറ് കൂടുതൽ തിന്നാൽ നെഞ്ചിരിച്ചിൽ വരും, പുളിച്ചുവേട്ടിൽ വരും. കൂടുതൽ തിന്നുപോയാൽ അരി, ഗോതമ്പ്, കിഴങ്ങ്, പച്ചക്കറി വർഗ്ഗങ്ങൾ, പാല്, മുട്ട, മത്തി സകലതും വിഷത്തിൽ കുളിപ്പിച്ചതാണ്. ഇതെല്ലാം ആരാണ് ഈ വിഷം കലർത്തിയത് ഈ ഭക്ഷണത്തിൽ? ഏതെങ്കിലും ഒരു മൂർഖൻ പാമ്പ് വന്ന് നമ്മളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയോ? ഏതെങ്കിലും ഒരു വിഷജന്തു വന്നിട്ട് നമ്മളുടെ കുടിവെള്ളത്തിൽ വിഷം കലർത്തിയോ? പിന്നെ ഏത് വിഷജന്തുവാണ് ഇത് ചെയ്യുന്നത്? ആരാണ് ചെയ്യുക? മനുഷ്യൻ തന്നെയാണ് ചെയ്യുക. സ്വന്തം ഭക്ഷണത്തിൽ, കുടിവെള്ളത്തിൽ, വായുവിൽ വിഷം കലർത്തുന്ന ജീവിക്കും ബുദ്ധിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ളൊരു ജീവി ചെയ്യും? എന്തെങ്കിലും ബുദ്ധിയുള്ളൊരു ജീവി എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തത്? എന്തിന്റെ പേരിലാണ് സ്വന്തം ഭക്ഷണത്തിൽ വിഷം കലർത്തിയത്? വികസനത്തിന്റെ പേരിൽ, ശാസ്ത്രീയതയുടെ പേരിൽ കൂടിയാണെന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? ശാസ്ത്രീയതയുടെ പേരിൽ, വികസനത്തിന്റെ പേരിൽ നമ്മൾ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ, നമ്മളുടെ മക്കൾ കഴിക്കേണ്ട, കുടിക്കേണ്ട വെള്ളത്തിൽ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവ ബുദ്ധിമാനാണെന്ന് അംഗീകരിക്കാനാവില്ല. തിരിഞ്ഞേ പറ്റൂ. തലച്ചോറ് ഉപയോഗിച്ച് നമുക്ക് കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാനുള്ള പദ്ധതി നമ്മൾ ഒന്നായി ആലോചിച്ച് കണ്ടെത്തി തുടങ്ങിയേ പറ്റൂ. അന്നത്തിൽ നിന്നാണ് അന്നമയ കോശം, മനോമയ കോശം. മനുഷ്യൻ മാറണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് മാറണം. അന്നത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നതെങ്കിൽ മനസ്സ് ശരിയാക്കണം. മനുഷ്യനെ ശരിയാക്കണമെങ്കിൽ അന്നം ശരിയാക്കിയേ പറ്റൂ. അതുകൊണ്ട് സകലരും കൃഷി ആരംഭിക്കുക. ഇവിടെ കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ല. ആരെങ്കിലും കുറെ പേര് കൃഷി ചെയ്തിട്ട് കുറെ പേര് തിന്നാനിരിക്കുന്ന പദ്ധതികളില്ല. സകലരും മണ്ണിലിറങ്ങണം. ഡോക്ടറും എഞ്ചിനീയറും പോലീസുകാരനും പട്ടാളക്കാരനും സകലരും കൃഷി ചെയ്യണം. കൃഷിക്കാരന്റെ മക്കളൊക്കെ പഠിക്കണം. പഠിച്ചാലും കൃഷി ചെയ്യണം. ഇന്ന് കൃഷിക്കാരന്റെ മക്കൾ പഠിച്ച് എഞ്ചിനീയറായ പിന്നെ കൃഷി ചെയ്യൂ? കൃഷിക്കാരന്റെ മക്കളൊക്കെ പഠിക്കണം. ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, കളക്ടറാകണം, IAS കാരനാകണം. പക്ഷേ ആ IAS കാരനും മണ്ണിലിറങ്ങി അവനവന്റെ ആവശ്യത്തിനുള്ളതിന്റെ ഒരു ചെറിയ പങ്ക് അവൻ ഉത്പാദിപ്പിക്കണം. ഉത്പാദിപ്പിച്ചേ പറ്റൂ. 3 നേരവും കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും മനുഷ്യർക്കുണ്ട്. അതൊരു കൊള്ളുകലാത്ത തൊഴിൽ മേഖലയാണ് എന്ന്, അല്ലെങ്കിൽ കൃഷിക്കാരനെ പുച്ഛിച്ചു തള്ളുന്ന ആ സാമൂഹ്യ മനസ്ഥിതി തിരുത്തിയേ പറ്റൂ. സകലരും മണ്ണിലിറങ്ങാൻ ഒരു മടിയില്ലാതെ മണ്ണിലിറങ്ങുക. നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ട നടപടികൾ എടുക്കുക. അവരെ കരകയറി ഒരുപാട് ഉയർന്ന തലയിലേക്ക് പോകാനായിട്ട് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് വേണ്ട നടപടികൾ നമ്മൾ എടുത്തുകൊള്ളുക. ഇത്രയൊക്കെ മതി. എന്തിനാണ് ജൈവ കൃഷി എന്നുള്ള
കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല കൃഷി, നമ്മളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ല കൃഷി. കൃഷി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി മാത്രം എടുക്കുന്ന പദ്ധതിയേ അല്ലത്. ഇനി എന്താണ് ജൈവകൃഷി? ജൈവകൃഷി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് രാസവളത്തിനും കീടനാശിനിക്കും കളനാശിനിക്കും പകരം ചാണകവും ചാരവും പച്ചലയും ഇട്ട് ചെയ്യുന്ന ഒരു കൃഷി എന്നാണ് പരക്കെയുള്ള ധാരണ. എന്നാൽ അതല്ല ജൈവകൃഷി. അത് ചാണകമിട്ട് ചാരമിട്ട് പച്ചലയിട്ട് ചെയ്യുന്ന കൃഷി ജൈവവള കൃഷിയാണ്. നമ്മൾ പ്രചരിപ്പിക്കുന്നത് ജൈവവള കൃഷിയല്ല, ജൈവ കൃഷിയാണ്. അതിന്റെ ഡെഫിനിഷൻ ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ് ജൈവകൃഷി എന്നാണ്. ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ജൈവകൃഷി. ജീവന്റെ നിയമങ്ങൾ, ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കുന്ന പാഠശാല, അതാണ് കൃഷിയിടം. ജീവനെ പറ്റി പഠിക്കേ പറ്റൂ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുകൂടി നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയേ പോകാൻ പറ്റൂ. മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം അധികം ജീവൻ സമം മനുഷ്യജീവി. മനുഷ്യ ശരീരത്തെ പറ്റി ഒട്ടനവധി അറിവുകൾ ആധുനിക ശാസ്ത്രം നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ജീവൻ എന്ന പ്രതിഭാസത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല നമുക്ക് എന്നതാണ് നമ്മളുടെ അപകടം. അപ്പൊ ആ ജീവൻ എന്താണെന്നും അതിന്റെ നിയമം എന്താണെന്നും മനസ്സിലാക്കി അതനുസരിച്ച് നാം ജീവിക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരിലും എല്ലാ ജീവികളിലും മണ്ണിലും മിന്നിലും തൂണിലും തുരുമ്പിലും ഈ ജീവൻ എന്ന് പറയുന്ന ശക്തി വിശേഷം ഇരിപ്പുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്കാർക്കും അറിയില്ല, നമുക്ക് കാണാൻ പറ്റണില്ല. ഇതില് സൂര്യൻ എവിടെ ഉദിക്കുക? അറിയില്ല. സൂര്യൻ എവിടെ ഉദിക്കുക? എവിടെ അസ്തമിക്കുക? സൂര്യൻ കിഴക്കാണ് അസ്തമിക്കുന്നത് പടിഞ്ഞാറ് അസ്തമിക്കും. സൂര്യൻ എവിടെ ഉദിക്കുക? എവിടെ അസ്തമിക്കും? സൂര്യൻ എവിടെ ഉദിക്കുക? എവിടെ അസ്തമിക്കും? ശരിയാണോ? ഇല്ല. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. അതായത് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ശരിയല്ല. പിടിയിട്ടില്ലേ? നമ്മൾ കാണുന്നത് പോലും നമ്മൾ അനുഭവിക്കുന്നത് പോലും ശരിയല്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് എന്ന ആ ശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ജീവൻ എന്ന പ്രതിഭാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. അതിന് ഒരുപാട് പേര് വർക്ക് ചെയ്യണം. അവരവര് ഇപ്പൊ പറഞ്ഞു തരാൻ പറ്റില്ല, കുറെ നാൾ കഴിഞ്ഞാൽ പറഞ്ഞു തരും. ജൈവകൃഷി ചെയ്ത് ഒരു 3 വർഷം കഴിയുമ്പോൾ എന്റെ അടുക്കെ വരിക, പറഞ്ഞു തരും എന്താണ് സാധനമെന്ന് കാണിച്ചു തരും, സ്ട്രക്ചർ വരച്ചു തരും, അതിന്റെ സ്വഭാവം വരച്ചു തരും, അതിന്റെ തലങ്ങൾ വിവരിച്ചു തരും. ഇപ്പൊ ഒറ്റ കാര്യം മാത്രം ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ കിടക്കുന്നതിന് മുമ്പും എഴുന്നേറ്റാൽ ഉടനെ ഒറ്റ ചോദ്യം ഉള്ളിലേക്ക് അങ്ങ് ചോദിക്കുക, എന്താണ് ഈ ജീവൻ എന്ന് പറയുന്ന സാധനം എന്റെ അകത്തിരിക്കുന്നത്? സ്വയം ചോദിക്കുക, സ്വയം ചോദിച്ചോളുക, എന്താണ് ഈ സാധനം എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. പിടികിട്ടും. കുറച്ചുനാൾ കഴിയുമ്പോൾ പിടികിട്ടും. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് സാധനം, അതുകൊണ്ട് പിടികിട്ടാതിരിക്കില്ല. അവിടെ ഉണ്ട് സാധനം, പക്ഷെ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നല്ലേ? അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഒരു നാൾ അത് തെളിഞ്ഞു വരും. ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാക്കൽറ്റീസിനൊക്കെ ചെയ്യാൻ പറ്റുക, ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസ് തരാൻ മാത്രമേ പറ്റൂ. അവരവരുടെ ജീവൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ തലം എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരിലും ജീവൻ, അതിനൊരു കേന്ദ്രം ജീവാത്മാവ് ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ജീവാത്മാവ് ഇരിക്കുന്നത് യഥാർത്ഥ കസേരയിലല്ല. നിങ്ങളൊരു രാജ്യമാണ് എങ്കിൽ ആ രാജ്യത്തിനൊരു തലസ്ഥാനമുണ്ട്, ഒരു രാജധാനിയുണ്ട്. നിങ്ങളൊരു രാജ്യമാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ശരീരം ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന് ഒരു തലസ്ഥാനമുണ്ട്, ഒരു രാജധാനിയുണ്ട്. ആ രാജധാനിയിൽ ഒരു കസേര ഉണ്ട്. ആ കസേരയിൽ ഇപ്പോൾ രാജാവില്ല, രാജാവ് വേറെ എവിടെയാണ്. അതുകൊണ്ട് ആരായിരിക്കും ഭരിക്കുക? രാജാവില്ലെങ്കിൽ ഉടനെ ഭരിക്കുന്നത് ആരാണ്? മന്ത്രിയാണ് ഭരിക്കുക. അതാണ് ഇപ്പൊ നമ്മുടെ നാടിന്റെ കുഴപ്പം. മനസ്സിലായില്ലേ?